നിങ്ങൾ കാത്തിരുന്ന നിമിഷമല്ല, ഞാൻ കുറെ നേരമായിട്ട് 1 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന നിമിഷമാണ്. ഞാൻ അഭിസംബോധന ഒന്നും ചെയ്യുന്നില്ല, അതിനോടുള്ള സമയം കൂടി കൊന്നുകളയുന്നു. പ്രിയ ബന്ധുജനങ്ങളെ, ഒരുപാട് കാര്യം ഇവിടെ വന്ന് നേരിട്ടൊരു ഹസ്തദാനത്തിനും ആദരിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യമാണ് എനിക്കിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് പഴയ ഒരുപക്ഷെ ഓർമ്മകളല്ല മനസ്സിലേക്ക് വന്നത്, ഒരുപാട് ജീവിതവുമായി തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന, ഉരുക്ക് ഇട്ടുറപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളുടെ നനമാണ് സത്യത്തിൽ ഹൃദയത്തിൽ വന്നത്. ഓരോരുത്തരായിട്ട് വരും. മണിയണ്ണനെ കാണുമ്പോൾ ഒരു കാരണവശാലും അപ്പച്ചിയെ ഓർക്കാതെ മണിയണ്ണനെ കാണാനൊക്കത്തില്ല. മേനോൻ ചേട്ടൻ, അതുപോലെ തന്നെ ജയകുമാറിനെ കാണുമ്പോൾ ഇത് വന്ന ഓരോരുത്തരും, അനിൽ തോമസോ സന്ദീപോ അല്ലെങ്കിൽ അജിത്തോ ചോറിട്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ വയ്യ. ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെയും ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഈ ഇരിക്കുന്ന ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പം പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക്, വയസ്സല്ല ഞാൻ പറഞ്ഞ കേട്ടോ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, ഏറ്റവും ചെറുപ്പമുള്ള പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ലിസ്റ്റിനിട്ട് തന്ന ചോറും കഴിച്ചിട്ടുണ്ട്. ആത്യന്തികമായിട്ട് ചോദിക്കുന്ന കാശ് തരുന്നു, തരാമെന്ന് പറഞ്ഞ കാശ് തരാതാവുമ്പോൾ പിടിച്ചു പറിച്ചു വാങ്ങുന്നു, തല്ലുകൂടി വാങ്ങുന്നു, വഴക്കുകൂടി വാങ്ങുന്നു. അങ്ങനെയും കിട്ടാതാവുമ്പോൾ പിന്നെ ആജീവനാന്തം പിണക്കം. പിന്നെ എന്തെങ്കിലും ഒരു മുഹൂർത്തം ജീവിതത്തിൽ വരും, ആ പിണക്കമൊക്കെ മറന്ന് പഴയ നൊസ്റ്റാൾജിയല്ല, അതിന് ഗൃഹാതുരത്വം എന്ന് പറഞ്ഞൊരു ലൈസൻസോ അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസമോ നമുക്ക് പറ്റില്ല. പക്ഷെ ബന്ധങ്ങളൊക്കെ ഓർത്തു പോകും. എനിക്ക് അങ്ങനെ ഫിലിം ചേംബറുമായിട്ട് ഒരു അംഗത്വം വഴി ഉള്ള ബന്ധമില്ലെങ്കിലും ഫിലിം ചേംബർ രൂപീകരിച്ച കാലം മുതൽ ഫിലിം ചേംബറിന് നേടിയെടുക്കാൻ സാധിച്ച കരുത്തും തിളക്കവും ഒക്കെ അതിൻ്റെ ഭാഗമാക്ക്. സ്വന്തം പടത്തിൻ്റെ പോസ്റ്റർ മതിലിൽ പോയി ഒട്ടിച്ച് പോസ്റ്ററുകൾ കുറവായിരുന്നു എന്ന് കണ്ട് എല്ലാവരെയും നല്ല തെറിയൊക്കെ വിളിച്ചിട്ട് ഒരു ബക്കറ്റിനകത്ത് പശയും കാച്ചി, അത് വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ തുരിശൊക്കെ ഇട്ടിട്ട് കാച്ചി കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ മാവ് കുഴച്ച് പശ കാച്ചി കൊടുത്തയച്ചിട്ടുണ്ട്. അതൊക്കെ സ്വന്തം കൈകൊണ്ട് സ്വന്തം ഫിയറ്റ് കാർ ഓടിച്ചു പോയി മതിലിൽ പശ തേച്ച് ഒട്ടിച്ചിട്ടുള്ള ഗോപിനാഥൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധം ഫിലിം ചേംബറുമായിട്ട് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഈ വേദികൾ നടക്കുന്നത്. അങ്ങനെ എനിക്കൊരു ഈ ഒരു സ്വീകരണം സ്വീകരിക്കുവാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിൽ കണ്ണീരണിയാതെ നമുക്ക് ഒന്ന് അനുഭവിച്ച് തീർക്കുകയല്ല. ഇതൊരു പുതിയ അധ്യായം, ജീവിതത്തിൻ്റെ നനവൊക്കെ ചേരുന്ന ഒരു അധ്യായം സത്യത്തിൽ ഇങ്ങനെ ഒരു സ്വീകരണത്തിലൂടെ തുടങ്ങി വച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. പട്ടടയിൽ പോലും അഗ്നിക്ക് വഴിപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ നനവ് ഇല്ലാതായി പോകുമെന്ന്. അതങ്ങനെ തന്നെ നിൽക്കും. ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് സുന്ദരങ്ങളായ മുഹൂർത്തങ്ങളുണ്ട്, സന്തോഷം പകർന്ന മുഹൂർത്തങ്ങളുണ്ട്. ഇതേ പട്ടടയിൽ കൊണ്ടുവച്ചാലും ഒരു ഉരുക്ക് കെട്ട് പോലെ അവിടെ കിടക്കുന്ന വേദനകൾ സിനിമയിൽ നിന്നല്ലെങ്കിൽ പോലും സിനിമാ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പിന് വേണ്ടി എറണാകുളം വരെ വന്ന് പോയതിനകത്ത് എൻ്റെ വണ്ടിയിൽ ഇല്ലാതായി പോയി പകരം ഒരു വണ്ടിയിൽ കയറ്റി അയക്കേണ്ടി വന്ന് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എൻ്റെ സീമന്തം, ഇതെല്ലാം നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം സിനിമയിൽ നിന്ന് തന്നെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഏറ്റവും വലിയ നേട്ടത്തിനും കാരണം സിനിമയിൽ അവതരിപ്പിച്ച ഈ ഇരിക്കുന്ന ഒരു സമൂഹം നൽകിയ പണം കൊണ്ട് തൂലികയിൽ നിന്ന് ജനിച്ചു വീണ കഥാപാത്രങ്ങൾക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനൊരു അനാവരണം, ഒരു ഡിലീനിയേഷൻ ഓഫ് എ ക്യാരക്ടർ
the soul of the carrot. ഇത് ആണ് സത്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ നേടുക എന്ന് പറയുന്നത്. താരങ്ങൾക്കാവില്ല. താരങ്ങളിലെ മനുഷ്യർക്കും ആ ഉന്നതമായ കലാകാരൻ എന്ന് പറയുന്ന ഒരു പൊരുളിന് മാത്രമേ സാധിക്കൂ. അതെനിക്ക് നല്ല സുഹൃത്ത് വലയം സിനിമയിൽ ഉണ്ടായതുകൊണ്ടും എൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ കാമ്പും എന്നില് കലാകാരൻ്റെ കരുത്തും മനസ്സിലാക്കി എൻ്റെ ഒരു ടിമ്പർ ഓഫ് പെർഫോമൻസ് കൃത്യമായി മനസ്സിലാക്കി എവനെ വെച്ച് ഞാൻ 10 ലക്ഷം മുടക്കുമെങ്കിൽ, 25 ലക്ഷം മുടക്കുമെങ്കിൽ, 1 കോടി മുടക്കുമെങ്കിൽ എന്ന് 17 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഡേവിഡ് കാച്ചപ്പള്ളിയെ പോലെ ഒരു കാലഘട്ടത്തിന്റെ നവ സിനിമ എന്ന് പറയുന്നത് ആ നവ കാലഘട്ടം ഇന്നും തുടരുന്നു. ഒരു കൂട്ടുകെട്ട് KG ജോർജ് യവനിക എന്ന് പറയുന്ന ഓൾ ടൈം ലെജൻഡറി അല്ലേ? അങ്ങനെ വരുമ്പോ ഗാന്ധിമതി ബാലയേട്ടൻ, സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ ഇവിടെ സത്യം പറഞ്ഞ ആദരിക്കുന്നത് വഴി എനിക്ക് വലിയ അവകാശ നിഷേധമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഞാൻ വന്നു കയറി സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും എൻ്റെ ഒരു ആട്രിബ്യൂഷൻ തീരത്തില്ല, എൻ്റെ സമർപ്പണം തീരില്ല. വലിയ നിഷേധമാണ് നിങ്ങൾ കാണിച്ചത്. എനിക്ക് അതിന് ഇനി ഒരു വേദിയോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ തരേണ്ടി വരും. ഞാൻ ആരുടെ പേരെ വിട്ടുകളയേണ്ടത്? ഞാൻ ആരോടൊക്കെയാണ് നന്ദി? കോന്നിയൂർ ഭാസ് അദ്ദേഹത്തിന്റെ വരി ഓർക്കുകയാണ്, നന്ദി ആരോടൊക്കെയാണ് ഞാൻ ചൊല്ലേണ്ടത്? ഇത് ഒതുക്കി എന്നെ ഞെരുക്കി കാണും. അപ്പൊ അവസരം ഇനിയും വേണം. അതിനുള്ള നല്ല മുഹൂർത്തം ഉണ്ടാവട്ടെ. അത് എനിക്ക് മാത്രമല്ല, സിനിമ വ്യവസായത്തിനും കൂടി ആ ഗുണം വന്ന് ചേരുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ താമസിയാതെ, ഞാൻ അതിൻ്റെ വ്യംഗ്യമോ അല്ലെങ്കിൽ അതിൻ്റെ സൂചനയോ ഒന്നുമല്ല തന്നത്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം. കാരണം ഇത് സന്ദീപ് ഇവിടെ നിന്ന് എന്നെ അങ്ങ് രാഷ്ട്രീയത്തിലോട്ട് ആണി അടിച്ച് ചേർക്കാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഈ പിശാച് സിനിമയിലേക്കേ വരരുത് എന്ന് പറയുന്നതിൽ നിശ്ചയം അവനുണ്ടായിരുന്നു. നടക്കില്ല. അവന്റെ കോടികളും ഞാൻ പിടിച്ചു കുടുങ്ങി കേട്ടോ, എന്നിട്ടേ പോകും. ഒരുപാട് നന്ദി എന്നൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും. കാരണം മെനിഞ്ഞാന്ന് സംജാതമായ ഒരു സന്നിഗ്ധ ഘട്ടം സിനിമയിലുണ്ട്. വെറും ഊഹാപോഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കലിൻ്റെയോ അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കലിൻ്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്കുണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ. ഇതെല്ലാ മേഖലയിലുമുണ്ട്. ഇത് ഞാൻ 25 വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലുമുണ്ട്. ജെൻഡർ ബയസ് ആയാലും റേസിസം ആയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്ന, ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള, എനിക്ക് ഈ പദവിയിൽ ഇരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും. ഉണ്ടാവുന്നില്ലേ? അപ്പൊ ഇത് എവിടെയാണ് ഇത് ഇല്ലാത്തത്? നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? മര്യാദ വേണം. മര്യാദ പഠിപ്പിച്ചല്ല വരേണ്ടത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നല്ല ചിന്താഗതിയോടെ വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. നാട്ടു നടപ്പെന്ന് പറയില്ല. ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറേശ്ശെ ഇൻഫിൽട്രേറ്റ് ചെയ്യും. അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ.
പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇത് ഈ മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചു ഏതെങ്കിലും കോടതിയിൽ, ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാൻ പറ്റില്ല അല്ലെ. ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തിയാടുകയും ചെയ്ത ഇന്നലെയും മെനഞ്ഞാന്നുമുണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടുകൂടി സമ്പ്രദായത്തെ തകർക്കരുത്, സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത്. ഞാൻ 10, 15, 20 കോടി വാങ്ങും, മമ്മൂക്ക ചിലപ്പോൾ 50 കോടി വാങ്ങും, ലാലി ചിലപ്പോൾ 100, 200 കോടി വാങ്ങും. അവർക്ക് അത്രയും ഒരു പൊരുളിന്റെ ടേൺ ഓവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ സിനിമ ആരുടേതാണ്? സിനിമ പണം ഇറക്കുന്ന പ്രൊഡ്യൂസറുടെ പോലുമല്ല. ഓരോ സിനിമയും ഉണ്ടാവണേ, ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കഞ്ഞികൾ കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ എണ്ണമാണ് സിനിമയിൽ. എത്ര പേര് FFKയിലെ തൊഴിലാളികളുള്ളത്? 2000-ന് മേലെയില്ലേ? നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട്, എത്ര താരങ്ങളുണ്ട്? 300 ചില്ലാനും പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ. അതും 2000-വുമായിട്ട് എത്ര വ്യത്യാസമാണ്, എത്ര ദൂരമാണ്. ആ 2000 പേരുടെ ജീവിതമാണ് ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം. അതിന് ഇല്ലായ്മ ചെയ്താൽ, തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും. എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല. ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി. നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല, ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല. എല്ലാം നല്ല നല്ല എന്താണ്, ഉരുക്കിന്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെയാവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും. ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട്. താരങ്ങളെ അവരുടെ വ്യക്തിമൂല്യം കൊണ്ട്, അല്ലെങ്കിൽ നിർമ്മാതാക്കളെ അവരുടെ പൊരുളിന്റെ, ഇപ്പൊ പഞ്ചവടി പാലം എന്ന് പറയുന്ന സിഗ്നേച്ചർ ഫിലിമാണ്. അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്ത, ഹൃദയം കൊണ്ട് പണം കൊടുത്ത ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ. അതുപോലെ എത്രയോ സിനിമകൾ മൺമറഞ്ഞു പോയ എല്ലാവരെയും. അതിന് ഞാൻ 1951 മുമ്പ് ഉണ്ടായ സംഘടന എന്ന നിലയ്ക്കോ 1961 മുമ്പുണ്ടായ സംഘടനയോ എന്ന് ഞാൻ പറയുന്നില്ല. അതിന് മുമ്പ് JC ഡാനിയൽ എന്ന് പറയുന്ന മഹാനുഭാവന് മുമ്പും ഒരുപക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരുണ്ട്. അവരെ അടക്കം ഞാൻ ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പാദ നമസ്കാരം ചെയ്തുകൊണ്ട്, ഈ ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ആലിംഗനമായി ഒരു ആലിംഗനത്തിൻ്റെ സൗഖ്യം തന്നെയാണ്. ഞാൻ പേര് കേട്ട, വെറുക്കപ്പെടേണ്ട പേര് കേട്ട ഒരു പിണക്കക്കാരനാണ്. അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ നന്നായി പണം, ചുമ്മാ പണം. ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല. ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി 11 മണി വരെ പൈതൃകം. കാരണം എന്താ? പഴം വെച്ചില്ല ഊണിന്റെ കൂടെ. ഞാനല്ല കേട്ടോ. ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ. ജയറാമാണോ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്ക് ഞാൻ തയ്യാറാണ്. ജയറാമെന്ന് പറഞ്ഞു. മണിമള്ള രാജു കൂട്ടം പിടിച്ചു.
പടം തന്നില്ല. ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പടം ചോദിച്ചപ്പോൾ പറയുക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു. ഞാൻ അപ്പം ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി. ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റത്. എല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങി. അന്ന് സമരം പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല. കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല. അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു. എന്നാ അവന്മാരിനി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ, ലാഭം എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട്. സുരേഷ് ചിരിക്കാതെ സൂഹിക്കുന്നില്ല. സുരേഷ് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത്. ഏതാ? വർക്കലക്കാരന, കൊല്ലംകാരനല്ല, തിരുവനന്തപുരം ജില്ലയാണ്. ആ വർക്കലയാണ്. അല്ലല്ല, ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലംകാരനാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചതാണ്. നടക്കൂല. ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലംകാരനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാൻ കുട്ടനാട്ടുകാരനാണ്. കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ. കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ. ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് 2-2.5 വയസ്സ് വരെ കുട്ടനാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ്. അവിടുന്ന് പിന്നെ ആ ഒതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക്. അങ്ങനെ കൊല്ലംകാരനായതാണ്. പഠിച്ചതെല്ലാം കൊല്ലത്താണ്. ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലുകളുള്ള എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ്. നല്ല സുഹൃത്തുക്കൾ, വഴിതെറ്റി പോകാതെ, വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്ത് പോലെ നല്ല ഗുരുക്കന്മാർ. അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് ആയാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളാണ്. തങ്കം എന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാൻ വല്ലാണ്ട് നിങ്ങൾ നിഷേധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ ആവണമെന്നാണ് നിങ്ങൾ എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷമാണ്. സിനിമ ഞാൻ ചെയ്യും. അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. ആശീർവാദം ഉണ്ടാവണം. പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ നവനിർമ്മാണം, ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം, അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ഓരോ കല്ലും എടുത്ത് വെച്ച് കല്ല് കൊത്തിയെടുത്ത് പഞ്ചമൂർത്തിയാർ അതും ചെയ്യും. ഏതാണ്ട് 20-22 സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് കയറുന്നു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് ഇങ്ങനെ പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ടിംഗ് വരും. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒരു സാറ്റലൈറ്റ് കണക്റ്റിവിറ്റി ആയിട്ട് 4-5 ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് രാത്രി കയറി കിടന്നുറങ്ങാൻ മുറി കൊടുക്കണം. ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. എനിക്കത് എന്തോ ഒരു ടാസ്കിങ് ആണല്ലേ, മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ്. അപ്പൊ ഇതൊക്കെ
ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാം. GST ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട്. MP ആയി ഇരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. അത് പറ്റുന്നില്ല. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട്, ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട്, ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട്. 4 ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് 2 ദിവസത്തിൽ കൂടുതൽ എന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം. അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതൊരു കോസ് ഫോർ വറിയാണ്. ഞാനിതൊന്നും മോഹിച്ചതുമല്ല, ഞാനിതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി. കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ്. നിങ്ങൾ എന്തിനു ജയിച്ചു വന്നു? നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ചയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ്. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, രാഷ്ട്രീയ ധാരണകളുണ്ട്. അതവർ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനംമാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക്, കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട്, ഒരു സമ്മാനം കൊടുക്കാനുണ്ട്. അതാണ് നിങ്ങളുടെ ഈ കസേര, അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ്. ഞാൻ ഇപ്പോഴും അനുസരിക്കുന്നു, എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും. പക്ഷെ എൻ്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. നന്ദി, നമസ്കാരം. അങ്ങയുടെ